ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിച്ചിരിക്കുന്ന മോഹൻലാലിൻ്റെ അമ്മയെ ജീവനോടെ തന്നെ കൊന്നു കുഴിച്ചുകൂടിയിരിക്കുകയാണ് ദേശാഭിമാനി പത്രം എന്ന് പറയുന്നത്. ഇന്നും ഇന്നലെ ഒന്നും അല്ല ഇവരുടെ ഇത്തരത്തിലുള്ള മര്യാദകേട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വരാം. അതിന് മുന്നായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഇത് ഏത് സാഹചര്യത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസത്തിലായിട്ടാണ് മലയാള സിനിമയുടെ ഈ പറയുന്ന അമ്മ മുഖമായിട്ടുള്ള കവിയൂർ പൊന്നമ്മ അന്തരിച്ചെന്ന് പറയുന്നത്. അപ്പം അമ്മ പൊന്നമ്മ എന്ന് പറയുന്ന ഒരു ലേഖനം ദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് ആരുടെ പേരിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ എഴുതുന്ന രീതിക്കാണ് അവർ കൊടുത്തതെന്ന് പറയുന്നത്. അതിനകത്താണ് ഈ ഒരു ഹെഡിങ്ങോടെ തുടങ്ങിയിരിക്കുന്നത്, അമ്മ പൊന്നമ്മ. രണ്ടമ്മമാരാണുള്ളത്. അതിൽ ഒരമ്മ നേരത്തെ, അതായത് ഈ പറയുന്ന പെറ്റമ്മ നേരത്തെ പോയി, പിന്നെ ഉണ്ടായിരുന്നതാണ് ഈ പറയുന്ന കവിയൂർ പൊന്നമ്മ. ആ അമ്മയും മരിച്ചു പോയിരിക്കുന്നു, അതിൽ വലിയ വേദന എന്ന തരത്തിലാണ് ആ ഒരു ലേഖനം ആരംഭിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മോഹൻലാലിൻ്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷം ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അവർ അദ്ദേഹത്തിനോടൊപ്പം തന്നെ കൊച്ചിയിലെ വീട്ടിൽ സുഖമായിട്ട് താമസിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു അമ്മയെ കൊന്നു കൊലവിളിച്ചിട്ട് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് പത്രധർമ്മം അല്ലെങ്കിൽ മാധ്യമധർമ്മം എത്ര വിധത്തിലാണ് അല്ലെങ്കിൽ ഏത് വിധത്തിലാണ് പരിപാലിച്ചു പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് മാധ്യമങ്ങൾക്കെതിരെ പ്രചാരണങ്ങൾ ഇത്തരത്തിൽ വരുന്നുണ്ട്. അതായത് അവർക്ക് വ്യൂസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള നെറുകേടുകൾ കൊടുത്തിട്ടായാലും, ഏത് വിധത്തിലുള്ള മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള തംബ്നെയിൽസ് കൊടുത്തിട്ടായാലും, ഈ പറയുന്ന മെയിൻ ഹെഡിങ് കൊടുത്തിട്ടായാലും ആൾക്കാരെ വഴിതെറ്റിപ്പിച്ച് വിടുക. ഈ തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ആ ലീഡിങ് ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കത്തില്ല ഒരു പക്ഷേ ആ വാർത്തയ്ക്കുള്ളിലേക്ക് കടക്കുന്ന സമയത്ത് വരുന്നത്. ഈ ഒരു സംഭവം കേൾക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള സാഹിത്യത്തിലെ നിരൂപകനായിട്ടുള്ള ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരുപക്ഷെ മിക്ക ആൾക്കാരും അദ്ദേഹത്തിൻ്റെ വിമർശനത്തിലെ പേടിച്ചിട്ടെങ്കിലും ഉണ്ട്. കാരണം എന്നും വെട്ടി തുറന്ന് പറഞ്ഞിരുന്ന ഒരാളുണ്ടായിരുന്നു, നമ്മുടെ സുകുമാർ അഴീക്കോട് സാറ്. അദ്ദേഹം പത്രനീതി എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അതായത് പത്രത്തിൻ്റെ ഈ പറയുന്ന പത്രധർമ്മം അല്ലെങ്കിൽ മാധ്യമധർമ്മം എത്രത്തോളം അധപ്പതിച്ചു പോയിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലേഖനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് തെറ്റായിട്ടുള്ള വാർത്തകളുടെ പ്രചരണങ്ങൾ കൊടുക്കുക, ഈ പറയുന്ന പക്ഷേ എന്തുകൊണ്ടോ ഈ പറയുന്ന പത്രം വായിച്ച് ശീലമായതുകൊണ്ട് മാത്രമായിട്ട് പത്രം വായിക്കുന്നു എന്നൊരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ ലേഖനമുണ്ട്. അതാണ് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ ഒരു വാർത്ത കൊണ്ടൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന മറ്റൊരു സംഭവമുണ്ട്. അതായത് പെൻഷൻ മുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതാണ്. പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് അത് ഭയങ്കരമായിട്ട് വിവാദമാക്കിയ ഒരു അമ്മ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു അമ്മ ഉണ്ടായിരുന്നു, മറിയക്കുട്ടി അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ആ അമ്മയ്ക്ക് മകള് ഈ പറയുന്ന അമേരിക്കയിൽ എന്തോ ജോലിയാണ്, പിന്നെ ഏക്കർ കണക്കിന് വസ്തുണ്ട്, വീടുണ്ട് എന്നുള്ള തരത്തിൽ തെറ്റായിട്ടുള്ള വാർത്ത പ്രസിദ്ധീകരിച്ച ഒരു പത്രം കൂടിയാണ് നമ്മുടെ ദേശാഭിമാനി പത്രം. അതിനുശേഷം വന്ന് പിറ്റേ ദിവസം ഈ പറയുന്ന ഇല്ല എന്ന് മനസ്സിലായ സമയത്ത് അല്ലെങ്കിൽ മറിയക്കുട്ടി തന്നെ തിരിച്ചു വന്ന് അതിനെതിരെ പ്രതികരിച്ചു. ഒരുപാട് ആൾക്കാരുടെ ഇടയിലേക്ക് ആ ഒരു വാർത്ത ഭയങ്കരമായിട്ട് വലിയ തോതിൽ ചർച്ചാ വിഷയമായി. അത് തെറ്റാണെന്ന് മനസ്സിലായ സമയത്ത് ഒരു കൂസലും ഇല്ലാതെ വാർത്ത തെറ്റിപ്പോയതാണ്, മാപ്പ് അപേക്ഷിക്കുന്നു എന്ന തരത്തിൽ ഭയങ്കരമായിട്ട് ഖേദിക്കുന്ന തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു തരത്തിൽ ഒരു പ്രതിസന്ധിയിൽ ഉണ്ടായ സമയത്ത് നമ്മുടെ പത്രം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പത്രമാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് അത്രയും എന്താ പറയുന്നത് നമുക്കൊക്കെ ബഹുമാനിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല രീതിക്ക് ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്നത്. കാരണം എല്ലാവരും വായിക്കുന്നത്, എല്ലാവർക്കും അറിവ് നൽകുന്നത്, ലോകത്തിൽ എവിടെയും നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു അന്തസ്സുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മുടെ പത്രസ്ഥാപനത്തിന് ഈ പറയുന്ന കളങ്കപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങൾ നടക്കരുതെന്ന് ഏതൊരു പത്രമാധ്യമ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരും ആഗ്രഹിക്കുള്ളൂ. പക്ഷെ ഇത് നിരന്തരമായിട്ട് തെറ്റുകൾ മാത്രം വ്യാഖ്യാനിച്ച് എഴുതിക്കൊണ്ട് പേര് തന്നെ കളങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകുമ്പം ഇതിൻ്റെയൊക്കെ പിറകെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് സത്യത്തിൽ എന്താണ്, വിവരക്കേടാണോ വിവരം കൂടിയതാണോ എന്ന് തന്നെ നമുക്ക് ലോജിക്ക് കിട്ടുന്നതേ ഇല്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും സംഭവിച്ച് അത്രയും വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടും പിന്നെയും അതായത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ കേരളക്കരയിൽ മാത്രം അറിയപ്പെടുന്നതല്ല, നമ്മുടെ രാജ്യത്തിന് തന്നെ പൊതുസ്വത്തായിട്ട് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റുന്നതാണ്. കാരണം അത്രയും വലിയ അഭിനയ പാരമ്പര്യം അല്ലെങ്കിൽ അഭിനയ സബരിയ നടത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇത്രയും നൂറ്റാണ്ടിൻ്റെ. അപ്പം അങ്ങനെ ഒരു മഹാപ്രതിഭയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അമ്മ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവരെക്കുറിച്ച് ഒരുപാട് പേര് അറിയുന്നതാണ് അല്ലെങ്കിൽ അന്വേഷിക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയുള്ളൊരു കാര്യം തന്നെയാണ് ഏതൊരു മലയാളിക്കും ആ ഒരു വിഷയം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. അപ്പം അങ്ങനെ ഒരു അമ്മ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് ആ അമ്മ മരിച്ചുപോയെന്നൊക്കെ ഒരു വാർത്ത, അത് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് മരിച്ചു എന്ന തരത്തിലേക്കുള്ള, അത് മോഹൻലാൽ തന്നെ എഴുതി എന്നുള്ള അർത്ഥത്തിലേക്ക് വരുമ്പോഴാണ് അതിൽ ഏറ്റവും വലിയ നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ അനുവാദമില്ലാതെ അദ്ദേഹം എഴുതി എന്നുള്ള തരത്തിലേക്ക് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു പ്രവൃത്തി ഈ പറയുന്ന
പത്രമാധ്യമ ധർമ്മം ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ അവർ കൊടുക്കുന്ന വാർത്തയിൽ എത്രമാത്രം സത്യസന്ധത ഉണ്ടെന്നുള്ളത് ഈ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. അപ്പം ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാലിന് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. പക്ഷെ പത്രം വായിക്കുന്ന ആൾക്കാർ ദേശാഭിമാനി എന്ന് പറയുന്ന പത്രത്തിൻ്റെ ഈ പറയുന്ന സത്യസന്ധത എത്രത്തോളമാണെന്ന് ഇതിലൂടെയെങ്കിലും മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത്രയും വൃത്തികെട്ട രീതിക്ക് ഒരാളെടുത്ത് അദ്ദേഹത്തിൻ്റെ പോലും അനുവാദമില്ലാതെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം അച്ചടിച്ചിറക്കുക, അതിൽ തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുത്ത് ഈ പറയുന്ന റേറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കുക, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ ഇവർ കൊടുക്കുന്ന വാർത്തയിൽ എത്രത്തോളം അന്വേഷിച്ചിട്ടാണ് അറിഞ്ഞിട്ടാണെന്നൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഈ പറയുന്ന പത്രം മാത്രമല്ല, ഈ പറയുന്ന നമുക്കറിയാം ചാനലുകൾ, യൂട്യൂബിൽ വരുന്ന ചാനലുകളായാലും അല്ലാത്ത ഈ പറയുന്ന ന്യൂസ് അങ്ങനത്തുള്ള കാര്യങ്ങളായാലും ചാനലുകളായാലും കൊടുക്കുന്ന വാർത്ത എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വാർത്തയുടെ തുമ്പും വാലും കിട്ടുന്ന സമയത്ത് അതങ്ങ് അടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശിരൂരിൽ ലാൻഡ് സ്ലൈഡിൽ കാണാതായ അർജുൻ്റെ ട്രക്ക് കണ്ടെത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കണ്ടെത്താനുള്ള വലിയൊരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. നമുക്കറിയാം ട്രഡ്ജർ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാർത്ത, ഈ ഒരു ഇഷ്യൂ നടക്കുന്നത് 2 മാസം മുന്നാണ്. ആ സമയം മുതൽ നമുക്കറിയാം ആ ഒരു വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ മാത്രമല്ല, കേരളക്കര ഈ ഒട്ടാകെ ആ പയ്യൻ എന്ത് പറ്റി അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ്. വ്യഗ്രതയോടെ ഓരോ ആൾക്കാരും പ്രാർത്ഥനയോടെ ഓരോ കമൻറ്റ് സെക്ഷനിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഓരോ ചാനൽസും 24 മണിക്കൂർ ഭയങ്കരമായിട്ടുള്ള ഈ പറയുന്ന ഹൈ ലെവലിൽ ആ ഒരു വാർത്ത എയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മറ്റൊരു വാർത്തയ്ക്കും ഒരു വാർത്താ പ്രാധാന്യം കൊടുക്കാതെ, അല്ലെങ്കിൽ ഒന്നും തന്നെ എയർ ചെയ്യാതെ ഈ ഒരു വാർത്തയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്തത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലെങ്കിൽ സിമ്പതി കൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം അവർ കൊടുക്കുന്ന വാർത്തകൾ പിന്നെ അത് വളച്ചൊടിച്ച് പറയുന്നത്, അല്ലെങ്കിൽ അതിനുശേഷം ഇന്ന് വരെ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഒരു ബിസിനസ് തന്ത്രം മാത്രമാണ്. ആളുകളുടെ സെൻറ്റിമെൻസിനെ എടുത്ത് വിൽപ്പന ചരക്കാക്കുന്നതാണ് സത്യത്തിൽ ഇന്ന് മാധ്യമധർമ്മം എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്കൊന്നുമില്ല. ഒരാളിരുന്ന് കരഞ്ഞുകൊണ്ട് അയാളുടെ വേദനകൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി ഒരു ആൾക്കാരുടെ മുന്നിലേക്ക് റീച്ച് എത്തിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഏതവസ്ഥയിലുള്ള ആൾക്കാരാണോ, അതിദയനീയമായിട്ടുള്ള അവസ്ഥയിലുള്ള ആൾക്കാരാണോ, ഇതൊക്കെ കണ്ടെത്തി കൃത്യമായിട്ട് ഭയങ്കരമായിട്ടുള്ള മ്യൂസിക്കൊക്കെ കൊടുത്ത്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് ഭയങ്കര സിമ്പതിയോടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കണ്ണീരിൻ്റെ നനവുള്ള പാട്ടുകളൊക്കെ കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ കൂടുതലായിട്ടിരുന്ന് കാണുക, അങ്ങനെ വലിയ റീച്ച് കിട്ടുക. ഇതൊരു ബിസിനസ് ട്രിക്ക് തന്നെയാണ് സത്യത്തിൽ. ഇത് തന്നെയാണ് ഓരോ ചാനലുകളും ഓരോ മാധ്യമങ്ങളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതിനപ്പുറത്തേക്ക് ജേർണലിസം എന്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന പത്രധർമ്മം എന്തെന്ന് പല ആൾക്കാരും മറന്നുപോയെന്ന് തോന്നിപ്പോവുകയാണ്. കാരണം വാർത്ത എന്ന് പറയുമ്പോഴത്തേക്ക് അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതായിരിക്കണം, അത് സത്യസന്ധതയോടെ ചെയ്യുന്നൊരു കാര്യമായിരിക്കണം. അതിലപ്പുറത്തേക്ക് ഒരു വാർത്ത എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഈ പറയുന്ന ഗവൺമെൻറ്റുമായിട്ട് അല്ലെങ്കിൽ ഭരണകൂടത്തിന് മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു സ്രോതസ്സ് പോലെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ പോലെ പ്രവർത്തിക്കേണ്ട ഒന്നാണ് ഈ പറയുന്ന മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഏതൊരു സാധാരണക്കാരനും പെട്ടെന്ന് ഭരണകൂടത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചെല്ലണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വാർത്തകൾ മീഡിയാസ് എയർ ചെയ്യുന്ന സമയത്ത് അത് ഭരണകൂടത്തിൻ്റെ അടുത്തിലേക്ക് എത്തുകയും അങ്ങനെ ഈ പറയുന്ന പരിഹാര കർമ്മങ്ങൾ പിന്നീട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് മാധ്യമങ്ങൾ കൂടുതലായിട്ട് ഈ പറയുന്ന അവരുടെ ജോലി അല്ലെങ്കിൽ ധർമ്മമായിട്ട് കണക്കാക്കപ്പെടുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്ന ഒരു വിഷയത്തെ എടുത്ത് അവർ ഏറിയ ചെയ്യുക, അത് നല്ല റേറ്റിങ്ങിൽ പോവുക, പിന്നീട് ആ വാർത്ത അങ്ങ് മറയ്ക്കുക, അടുത്ത ദിവസം മറ്റൊരു വാർത്തയായിട്ട് വരിക, പിന്നീട് അതിൻ്റെ പിന്നാലെ പോവുക, പിന്നീട് മറ്റൊരു വാർത്തയായിട്ട് വരിക. അപ്പം ആദ്യം ചെയ്ത വാർത്ത അതിൻ്റെ അവസാനം അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂവിന് എന്ത് പരിഹാരമാണ് ഉണ്ടാക്കിയത് എന്നൊരു സംഭവം മനുഷ്യരുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ അത് കാണുന്ന പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിക്കുക എന്നൊരു സാമാന്യ ബോധം പോലും കാണിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു വിവരം പോലും കാണിക്കാത്ത മാധ്യമങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അവർക്ക് അപ്പം കിട്ടുന്ന അപ്പകഷ്ണങ്ങൾ വിറ്റ് തീർക്കുക, ഇതിലപ്പുറത്തേക്ക് ഒന്നുമായിട്ടും ഈ പറയുന്ന വാർത്തകളെയോ മനുഷ്യരുടെ പ്രശ്നങ്ങളെയോ കാണുന്നത് പോലുമില്ല. അപ്പം ഇതുപോലുള്ള ഈ പറയുന്ന പത്രമാധ്യമങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ പറയുന്ന നമ്മുടെ ജനതയ്ക്ക് തന്നെ അല്ലെങ്കിൽ നമ്മുടെ നാടിന് തന്നെ അപമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അത് 100% സത്യസന്ധതയോടെ അതിൻ്റെ എല്ലാ വശങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട്, അത് മാത്രമല്ല ആ വാർത്ത പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആണ് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ അതിന് അവസാനം എന്ത്, ആ ഒരു ഇഷ്യൂവിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതെങ്കിലും ജനങ്ങളിലേക്ക് അറിയിക്കുക. ഇങ്ങനെ കുറച്ച് ധർമ്മങ്ങൾ ഈ പറയുന്ന പത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജേർണലിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്ര പേർ പാലിക്കുന്നു, എത്ര പേർ മുന്നോട്ട് വയ്ക്കുന്നു, അല്ലെങ്കിൽ എത്ര പേർ ഇതിനെക്കുറിച്ച് വിമർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും 0 എന്ന് തന്നെ പറയാൻ പറ്റും, അല്ലെങ്കിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്, അതും ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ചുപോയെന്നൊക്കെ പറയുന്നത്, ഇത്രയും കളങ്കം വരുത്തുന്ന മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ പത്രത്തിന് കളങ്കം വരുത്തുന്ന മറ്റൊരു കാര്യത്തെ നമുക്ക് കണ്ടെത്താൻ പോലും കഴിയില്ല.